നാടൻ കളത്തപ്പം റെസിപ്പിയാണ്. 1 കപ്പ് അരി, 2 പിടി തേങ്ങ, ശകലം ചോറ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യണം. അതിനാവശ്യമായ വെള്ളവും ചേർക്കണം. അതിനകത്തോട്ട് ശകലം ജീരകം, ഏലക്ക തൊലികളഞ്ഞിടുക. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം പാത്രത്തിലോട്ട് ഒഴിച്ച് അതിലേക്ക് ഒരു ഉണ്ട ശർക്കര മെൽറ്റ് ചെയ്ത് അപ്പം തന്നെ കുക്കറിനകത്ത് നെയ്യ് ഒഴിച്ച് അതിനകത്തോട്ട് ഉള്ളി, കിസ്മിസ്, അണ്ടിപ്പരിപ്പ് ഇതെല്ലാം കൂടെ വറുത്ത് അപ്പോഴത്തേക്കും പാനിയായ ശർക്കര മാവിലോട്ട് ഒഴിച്ച് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. അത് തിളച്ച അതുപോലെ തന്നെ ഒഴിക്കണം, എന്നാലേ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അത് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. ഈ പരുവാണ്. ശകലം കൂടെ മധുരം വേണം, അതുകൊണ്ടാണ് ശകലം കൂടെ ഒഴിച്ചത്. പിന്നെ അതിലേക്ക് ആ ചൂട് മാറുന്നതിന് മുന്നേ തന്നെ നല്ല തിളച്ച പാനിയാണ് നമ്മൾ അതിനകത്ത് ഒഴിക്കുന്നത്. അപ്പോൾ അതിനകത്തോട്ട് ആ ചൂട് മാറുന്നതിന് മുന്നേ തന്നെ ശകലം ഉപ്പും, ഒരു നുള്ളുപ്പ്, മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം. പിന്നെ ഒരു പിഞ്ച് സോഡാപ്പൊടി അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. അപ്പം നല്ലോണം ഇളക്കി മിക്സ് ചെയ്യണം. പക്ഷേ അതിൻ്റെ ചൂട് മാറുന്നതിന് മുന്നേ നമ്മൾ കുക്കറിനകത്തോട്ട് ഒഴിച്ച് പാകമാക്കണം. ചൂട് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിനുള്ള ടേസ്റ്റ് ഉണ്ടാക്കില്ല. അപ്പോഴത്തേക്കും കുക്കറിനകത്ത് നമ്മൾ ഇട്ടിരുന്ന ഉള്ളി, കിസ്മിസ്, അണ്ടിപ്പരിപ്പ്, തേങ്ങാക്കൊത്ത് അത് മറന്നുപോയി. തേങ്ങാക്കൊത്തെല്ലാം നല്ല ബ്രൗൺ കളറാണ്, ഗോൾഡൻ കളറാകുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് നമ്മുടെ മിക്സ് ഒഴിക്കാം. ഗോൾഡൻ കളർ ആവുന്നതേ ഉള്ളൂ, നല്ലോണം ഗോൾഡൻ കളർ ആവണം. ഈ നമുക്ക് ഗോൾഡൻ കളറായി. ഇനി ആ മിക്സ് അതിനകത്ത് ഒഴിച്ച് അത് സൈഡിലോട്ടൊക്കെ മാറിയെങ്കിൽ അത് നിരത്തി അതിൻ്റെ മുകളിൽ തന്നെ വറുത്തേക്കില്ല, നല്ല ഭംഗിയിൽ വയ്ക്കും. കുക്കർ അടച്ച് വെച്ച് ഫിസിൽ മാറ്റിയതിന് ശേഷം വേണം കുക്കർ അടച്ച് വയ്ക്കാൻ. ഒരു 10 മിനിറ്റ് നല്ലവണ്ണം ഇതിൻ്റെ ഫിസിലിൽ കൂടെ നല്ലോണം ആവി വിടാതെ വരുമ്പോഴത്തേക്ക് കുക്കർ തുറക്കാം. നമുക്ക് പാകമായി. നല്ല നാടൻ കളത്തപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കളത്തപ്പമാണ്. ഇത് മലപ്പുറം സ്റ്റൈൽ ഒരു സ്നാക്കാണെന്നാണ് അറിയാവുന്നത്. അല്ല, നല്ല ആരിട്ട് നല്ല കളത്തപ്പം. താങ്ക്സ് ഫോർ വാച്ചിങ്. നമ്മുടെ സ്നാക്സ് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.